ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇവിടെ ഡയറക്ടർ ഡൊമിനിക് അരുൺ. ഈ ഒരു ഡൊമിനിക് അരുണിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്കെന്തോ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ലോകയുടെ കാര്യം അറിയാമല്ലോ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇപ്പോൾ പടം വേറെ എവിടേക്കോ പോയി. ഇപ്പം കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി ടച്ച് ചെയ്യാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകമെമ്പാടും, അതായത് വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ ഇന്നത്തെ കളക്ഷൻ കൂടെ ചേർത്ത് 235 കോടി പിന്നിടുകയും ഇനി 300 കോടി എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തുമായാലും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇത്. 30 കോടിക്ക് ഇറക്കിയ പടമാണ്, അറിയാമല്ലോ. ഇതിനെ വെയ്ഫെയർ ഫിലിംസാണ്, അത് ദുൽഖറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. നല്ല രീതിയിൽ നല്ല ഒരു വർക്ക് ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് കിടിലായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയും കൂടിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇപ്പം ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കണ്ടവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുവാണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പടം റിലീസ് ആവുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൊഡ്യൂസറായാലും ഇതിൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ ആയാലും ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് പോകുമെന്ന് പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല. ഇപ്പോൾ ഞാനായാലും ഇതിൻ്റെ പ്രൊമോഷൻ അത്ര രീതിയിൽ അങ്ങനെ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അത്യാവശ്യം ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത്, അതായത് കല്യാണി പ്രിയദർശൻ്റെയും അതേപോലെയുള്ള ചന്തു സലീംകുമാർ, അങ്ങനെ കുറേ പേരുടെ, ശരത് സഭ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്താണ് ഈ പടം പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. വലിയൊരു പ്രൊമോഷൻ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ പടം കയറി കൊളുത്തി പടം ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അതിന് മുമ്പുള്ള ഡൊമിനിക് അരുൺ അല്ല, അതിനുശേഷം കാണുന്ന ഡൊമിനിക് അരുൺ ഇതേപോലെ 2018 ഇറങ്ങിയപ്പോൾ ജൂഡ് ആൻ്റണി ജോസഫിന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു അഹങ്കാരം. പക്ഷേ അത് മറയ്ക്കണം. എത്ര ഡയറക്ടർമാരായാലും ആ ഒരു അഹങ്കാരം മറയ്ക്കുന്നിടത്താണ് ഒരു ഡയറക്ടറുടെ വിജയം. ഇപ്പോൾ പുള്ളി ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ചന്ദ്രയായിട്ട് ചെയ്ത കല്യാണി ആ ചേച്ചി ഇതിനകത്ത് എന്ത് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് സിനിമ കാണുമ്പം നമുക്ക് മനസ്സിലാവും. പക്ഷേ പുള്ളി പറയുന്നത്, അതായത് ഡൊമിനിക് അരുൺ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ചന്ദ്ര ഏറ്റവും ചെറിയ ഒരു സൂപ്പർ ഹീറോ, ഇതിലും വലിയ സൂപ്പർ ഹീറോ വരാനുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഒരു പുച്ഛിക്കുന്ന ഒരു രീതിയിലാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ഒരു പുച്ഛിക്കുന്ന രീതിയിലാണ്. കാരണം ഈ ഒരു പടം ഹിറ്റായില്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്തേനെ? ഇത് 5 ചാപ്റ്ററും കൂടെ മടക്കി എടുത്ത് വേറെ എവിടെയെങ്കിലും എടുത്ത് വെക്കൂ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരം കയറുമ്പം പറയുന്ന പറച്ചില്ല. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡയറക്ടർക്കും ഉണ്ടായിരുന്നു ജൂഡ് ആൻ്റണി ജോസഫ്. പുള്ളിക്കാരനെ പിന്നെ എല്ലാവരും എടുത്തിട്ട് അലക്കിയപ്പം പുള്ളിക്കാരനെ അങ്ങ് ഒതുങ്ങി. അത് ഇതുപോലല്ല പറയണ്ടേ. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ പറയണമായിരുന്നു, ഇപ്പം ഞങ്ങൾ ഇതുപോലെ ഒരു പടം പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും വലിയ ഹിറ്റായി പോയി. അപ്പോൾ അടുത്തൊരു പടം ഞങ്ങൾ കുറേ സൂപ്പർ ഹീറോസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതിനെക്കാട്ടിലും ഇതിനെക്കാട്ടിലും മേളിൽ നിൽക്കുന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇത്രയും പറയേണ്ട ആവശ്യമേ അല്ലാതെ പുള്ളി കിടന്ന് ഒരുമാതിരി പുച്ഛിച്ച്. അപ്പോൾ ആ ഒരു കല്യാണി പ്രിയദർശൻ, ആ ചേച്ചി ചെയ്ത ഒരു വർക്കിനെ പോലും മാനിക്കാതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആ ഒരു വർക്കിനെ പോലും മാനിക്കാത്ത രീതിയിലാണ് ആ ഒരു പറച്ചിലാണ് എനിക്ക് തോന്നിയത്. ഇത് ഡൊമിനിക് അരുണിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പടം ഹിറ്റാവും, അഹങ്കരിക്കില്ലേ. പടം എനിക്ക് ഇഷ്ടപ്പെട്ട്, കിടിലൻ പടം തന്നെയാണ്. പക്ഷേ അങ്ങ് താഴെ നിൽക്കുക, അഹങ്കരിക്കില്ലേ, താഴെ നിൽക്കുക. ഇതേപോലെ ഞാനൊരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നെസ്ലൈനെ പറ്റി. നെസ്ലൈൻ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ, ആലപ്പുഴ ജിംഖാന കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഒരു പുള്ളി സെൽഫി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളിക്കാരൻ മാറട്ടെ, അത് ഒരു അഹങ്കാരം പിടിക്കുന്നതാണ്. അതിനെപ്പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് ഒരു മോശം ഒരു പറച്ചിലായിട്ട് തോന്നിയത് ഇതാ. അത് താഴെ നിൽക്കുക, അഹങ്കരിക്കാതെ താഴെ നിൽക്കുക. പ്രേക്ഷകരുടെ ഇഷ്ടമാണ് വേണ്ടത്. അത് അവർക്ക് നിങ്ങളൊരു അഹങ്കാരിയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് താഴെ നിൽക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.